നാം ഇവിടെ ചില പദങ്ങളുടെ അർത്ഥങ്ങളാണ് പഠിക്കുന്നത്. പദപ്രയോഗമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പദങ്ങളും അതിൻ്റെ അർത്ഥം കൂടെ ഉണ്ടെങ്കിലേ നമുക്കൊരു ഭാഷാ സംബന്ധമായിട്ടുള്ള ബന്ധം വരുത്തുള്ളൂ. അതുകൊണ്ടാണ് കുറേ പദങ്ങൾ ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഹുസൂമത്തുൻ എന്നാണ്. ഈ താഇന് ഉച്ചരിക്കത്തില്ല, തീന്നും പറയാറില്ല. ഞാനങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഹുസൂമത്ത് അല്ലെങ്കിൽ ഹുസൂമ, തർക്കം. ഹുസൂമ, തർക്കം. ഹുസൂമ, തർക്കം. തീന്ന് പറയാറില്ല. ഞാൻ ആദ്യം പഠനത്തിൻ്റെ സമയത്ത് ആയതുകൊണ്ട് ഇത് ഹുസൂമത്തുൻ ആയി പദം. ഈ താഇനെ ഉച്ചരിക്കാറില്ല. പിന്നെ സുക്കൂൻ ഫുൾ സ്റ്റോപ്പ് ആയതുകൊണ്ട് സുക്കൂൻ കൊടുത്ത് നിർത്തിയെന്നേ ഉള്ളൂ. എന്നാലും ഇതിനെ പറയാറില്ല. ഹുസൂമ, തർക്കം. അപ്പോൾ നമ്മൾ തർക്കിക്കുന്ന കാര്യത്തിന് പറയുന്ന അറബിൽ പറയുമ്പം ഹുസൂമ, തർക്കം. ഹുസൂമ, തർക്കം. തർക്കത്തിന് എങ്ങനെ പറയും? ഹുസൂമ, തർക്കം. സ്വാദ നിറഞ്ഞ ഫുൾ ശബ്ദം. അളവ് പാത്രം. അളവ് പാത്രം. അളവ് പാത്രം. അഫ്ഇദത്ത് അഫ്ഇദ അല്ലെ അഫ്ഇദത്ത്. അഫ്ഇദ ഹൃദയങ്ങൾ. അഫ്ഇദത്ത് ഹൃദയങ്ങൾ. അഫ്ഇദ ഹൃദയങ്ങൾ. അഫ്ഇദ ഹൃദയങ്ങൾ. തഅല്ലമ പഠിച്ചു. തഅല്ലമ പഠിച്ചു. തഅല്ലമ പഠിച്ചു. അഹ്ദാ സമ്മാനം നൽകി. അഹ്ദാ സമ്മാനം നൽകി. സമ്മാനം നൽകി. അതിന് അറബിൽ പറയും അഹ്ദാ. സമ്മാനം നൽകി. ഹുസൂമ തർക്കം. ഹുസൂമത്ത് ഹുസൂമ തർക്കം. ഹുസൂമ തർക്കം. സുവാഴ് അളവ് പാത്രം. അളവ് പാത്രത്തിന് അറബിൽ പറയുന്നതാണ് സുവാഴ് അളവ് പാത്രം. അഫ്ഇദത്ത് അഫ്ഇദ ഹൃദയങ്ങൾ. അഫ്ഇദ ഹൃദയങ്ങൾ. തഅല്ലമ പഠിച്ചു. തഅല്ലമ പഠിച്ചു. അഹ്ദാ സമ്മാനം നൽകി. അഹ്ദാ സമ്മാനം നൽകി. അഹ്ദാ സമ്മാനം നൽകി. ഹുസൂമ തർക്കം. സുവാഴ് അളവ് പാത്രം. അഫ്ഇദ ഹൃദയങ്ങൾ. തഅല്ലമ പഠിച്ചു. അഹ്ദാ സമ്മാനം നൽകി.